ഹലോ ഗായ്സ്, ഇത് കുറച്ച് നാൾ മുമ്പത്തെ ഒരു വീഡിയോ ആണ്. നമ്മുടെ ശോഭയിൽ പോയപ്പോൾ ചെറിയൊരു മീറ്റപ്പാണ്. ആ കൂടി 4-5 പേരുണ്ടായിരുന്നുള്ളൂ. കുറേ പേരൊക്കെ വരുന്നു പറഞ്ഞാണ്, പിന്നെ സാഹചര്യം മൂലം അവർക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഞാനും ഇവളാണ് ഫസ്റ്റ് എത്തിയത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞിട്ടൊക്കെ വീഡിയോ എടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എത്താനുള്ളവരൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞു നിന്നു. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് എല്ലാവർക്കും ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ട് കൊടുത്തു. ഞങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾ വന്നില്ല എന്നൊക്കെ അറിയിക്കാൻ. അങ്ങനെ അവിടുന്ന് നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. ഫുഡ് കോർട്ടിൽ പോയിട്ട് മെയിൻ സാധനം ഫുഡ് അടിക്കേണ്ടത് നമുക്ക്. അപ്പോൾ നമ്മൾ പിസ്സ ഓർഡർ ചെയ്തു, 2 പിസ്സ ഓർഡർ ചെയ്തു. ഇതെന്താ പേരിടി? അതിന്റെ പേരെന്താ? ഇതിന്റെ പേര് അത് കഴിഞ്ഞ് ഒരു ഫ്രണ്ടിന് ബുക്കൊക്കെ വാങ്ങണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ബുക്ക് ഷോപ്പിലൊക്കെ പോയി. ജസ്റ്റ് അവിടെ ഒരു ഹോൾ ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ തോളയുള്ള ഒരു ബുക്കൊക്കെ കണ്ടു. അതിന് എന്തിനാണെന്നൊരു പിടുത്തവും ഇല്ല. വല്ല കീച്ചെയിനൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇടാനായിരിക്കും, അറിയില്ല. അപ്പോൾ അതേപോലെ തന്നെ ഒരു വെറൈറ്റി ഇങ്ങനെ കാണാൻ നല്ല അട്രാക്ഷനുള്ള ബുക്ക് കണ്ടു. പക്ഷേ അതിന് 400 രൂപയാണ് ഗൈസ്. അത് അവിടെ തന്നെ വെച്ചു. അങ്ങനെ നമ്മുടെ ബുക്കിൻ്റെ തെരച്ചിലിനൊടുവിൽ നമുക്ക് ദൃശ്യം 2ൻ്റെ ബുക്ക് കിട്ടി. അതവിടെ വെച്ചു, കാരണം ഒടുക്കത്തെ വിലയായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ നേരെ അവിടെ നിന്ന് ഒരു ബുക്ക് എടുത്ത് ഇറങ്ങി. നമ്മൾ ഏതൊരു ബുക്ക് എടുത്ത് പേരൊന്നും ഓർമ്മയില്ല, കാരണം കുറച്ച് നാളായി പേരൊന്നും ഓർമ്മയില്ല. അങ്ങനെ ബുക്ക് എടുത്തിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി, കാരണം കുറേ ടൈം അതിൻ്റെ ഉള്ളിൽ ചുറ്റി കറങ്ങണം. കണ്ടമാനം ബുക്ക് ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് പ്ലേയിങ് ഏരിയയിലേക്കാണ്. പ്ലേയിങ് ഏരിയയിൽ പോയപ്പോൾ കുറേ കുട്ടികളും കുറേ വലിയ ആൾക്കാരും എല്ലാവരും കളിക്കുന്നത് കണ്ടു. ഇത് എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. കുറേ മിഠായി എടുക്കുന്ന പരിപാടിയൊക്കെയാണ്, ചില കുട്ടികളൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചങ്ങോട്ട് ഉള്ളിൽ പോയപ്പോൾ ഗൺ സെക്ഷൻ കണ്ടു. ഗൺ സെക്ഷൻ്റെ എന്തോ പരിപാടിയാണ്, ഗണ്ണുകൊണ്ട് കളിക്കേണ്ട പരിപാടിയൊക്കെയാണ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി ഗണ്ണൊക്കെ എടുത്ത് നോക്കി. പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹമാണ് ഗൈസ് ഗണ്ണൊക്കെ ശരിക്കുള്ളത് എടുക്കണമെന്ന്. കാരണം പോലീസ് ആവണമെന്നൊക്കെ പണ്ടൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നടക്കുമെന്ന് അറിയില്ല, നമുക്ക് ശ്രമിച്ച് നോക്കാം, നടന്ന് കിട്ടിയാലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേ നേരമൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് അവൾക്കും വീഡിയോ എടുക്കാൻ ഗണ്ണ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കും കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് മിറർ സെൽഫിയിലേക്കാണ്. മിറർ സെൽഫി ഇല്ലാണ്ട് ഒന്നും പൂർണ്ണമാവില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ മിറർ സെൽഫി ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ പൊട്ടാറ്റോയുടെ എന്തോ ഒരു സാധനം കണ്ടു. അപ്പോൾ നമ്മളത് ജസ്റ്റ് വാങ്ങാമെന്ന് പറഞ്ഞു. തൊലിയൊന്നും കളയാണ്ടാണ് ഈ സാധനം ഉണ്ടാക്കണം. ഞാനിത് ആദ്യമായിട്ട് കഴിക്കണം, അപ്പോൾ അതെന്തായാലും ഒന്ന് വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടുത്തെ ടോയ് സെക്ഷനിലൊന്ന് കയറി. ഇതിന്റെ പേരെന്തായിരുന്നു? ഹൾക്കടി. ഇതിന്റെ പേര് എനിക്കറിയാം. അയ്യോടെ ഇത് വെച്ചിട്ടുണ്ട്, ഹൾക്ക് താനോസ്. ഇതിന് ഞാൻ ആദ്യമായിട്ട് കണ്ടത്, ഇത് പിന്നെയും കണ്ടിട്ടുണ്ട്. ഡൈനോസറാ? ഇങ്ങനെ ഓക്കെ. ഇതേ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഇടുന്നതിന് സന്നയുടെ BTS ഫാൻ. ഇത് BTS അല്ല. BTSനെ ഇഷ്ടമാണോ സന്നിക്ക്? BTS ലവ് ഗേൾ. കുറേ ഡയറികളൊക്കെ ഉണ്ട്. അവിടുന്ന് പിന്നെ നമ്മൾ ശോഭയിലെ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ജസ്റ്റ് ഒന്ന് കയറി. അവിടെ പോയപ്പോൾ വെറൈറ്റി ഡ്രിങ്ക്സ് ആണ് ഗൈസ്. നമ്മൾ റീൽസിൽ മാത്രം കാണുന്ന ഡ്രിങ്ക്സ് ഒക്കെയാണ്. കാരണം M&M, സ്നിക്കേഴ്സ് അതൊക്കെ റീൽസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. മാർസ് അങ്ങനെ കുറേ. എല്ലാത്തിനും ഒടുക്കത്തെ വിലയാണ് ഗൈസ്. 700 സംതിങ് ഒക്കെ ഉണ്ട് ഒരെണ്ണത്തിന്. അപ്പോൾ നല്ല വിലയാണ്. അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോയില്ല. എന്നാലും നമ്മൾ എടുത്ത് നോക്കി ജസ്റ്റ്. അതുപോലെ തന്നെ സ്റ്റാർബക്സിൻ്റെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ വെറൈറ്റി ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡയറി മിൽക്ക് കണ്ടപ്പോൾ വെറുതെ ഒരു ഷോയ്ക്ക് എടുത്തു, അത് അവിടെ തന്നെ വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ മാഗി സെക്ഷനിലാണ് പോയത്. സെന്ന മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൊറിയൻ ടൈപ്പൊക്കെ. അപ്പോൾ അവൾക്ക് അത് വേണമെന്ന് പറഞ്ഞു. കൊറിയൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് മേടിച്ച് എനിക്ക് ഗിവ് അവേ തരിക. ഗിവ് അവേ കൊടുക്കുക നമ്മുടെ സെന്നയ്ക്ക്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ കുടയും ചൂടി പുറത്തേക്ക് ഇറങ്ങി. ലേസൊക്കെ തിന്ന് നടക്കുകയാണ്. കുറച്ച് നടക്കാണ്ടല്ലോ, അപ്പോൾ നമ്മൾ ലേസ് തിന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് പേരെ വന്നെങ്കിലും ഒരുപാട് മെമ്മറീസ് കിട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 10ന് ശേഷം ഞങ്ങളുടെ 10ാം ക്ലാസ്സിലെ മീറ്റപ്പാണ്. 10ന് ശേഷം കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ കൂടിക്കോ.